രാഷ്ട്രീയത്തിലെ വലിയ വലിയ മാജിക്കുകൾക്ക് സാക്ഷ്യം വഹിച്ച ദിവസമായിരുന്നു മെയ് 4. കേരളത്തിലും തമിഴ്നാട്ടിലും ബംഗാളിലും ഭരണവിരുദ്ധ വികാരം അലയടിച്ച വിധിയെഴുത്തായിരുന്നു കാണാൻ സാധിച്ചത്. കേരളത്തിൽ 10 വർഷത്തിന് ശേഷം ഇടതുപക്ഷ സർക്കാരിനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ UDF താഴെയിറക്കി അധികാരത്തിലേറി. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ UDFൻ്റെയും LDFൻ്റെയും മാറി മാറിയുള്ള ഭരണമാണ് നടക്കാറുള്ളത്. അതിനൊരു മാറ്റം കുറിച്ചത് 2016 മുതൽ 2026 വരെയുള്ള ഇടതുപക്ഷത്തിൻ്റെ തുടർ ഭരണമാണ്. തുടർച്ചയായ 2 ഭരണങ്ങളിലും സർക്കാരിന് നേതൃത്വം നൽകിയത് പിണറായി വിജയനായിരുന്നു. അവിടെ നിന്നും വീണ്ടും കേരളത്തിൻ്റെ ഭരണം UDFൻ്റെ കൈകളിലേക്ക്. ഭരണം എത്രത്തോളം നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്ന് കാത്തിരുന്നു കാണാം. കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എല്ലാ രീതിയിലും പ്രവർത്തിക്കാൻ UDF സർക്കാരിന് സാധിക്കട്ടെ. എന്നാൽ ഈ വീഡിയോ അതിനെപ്പറ്റിയല്ല. തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന വിധിയെഴുത്തിനെ പറ്റിയാണ്. വിവിധ സർവേകൾ സ്റ്റാലിൻ സർക്കാരിൻ്റെ തുടർഭരണം പ്രവചിച്ച സ്ഥാനത്ത് ദളപതി വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴകത്തിൻ്റെ തൂക്കിയടിയായിരുന്നു കാണാൻ സാധിച്ചത്. സ്റ്റാലിൻ്റെയും DMKയുടെയും നേതൃത്വത്തിലുള്ള സെക്കുലർ പ്രോഗ്രസീവ് അലയൻസിനെയും BJP ഉൾപ്പെടുന്ന ADMK സഖ്യത്തെയും ഒറ്റയ്ക്ക് നിന്ന് വിറപ്പിച്ച വെറും 2 വർഷം മാത്രം പഴക്കമുള്ള തമിഴക വെട്രിക്കഴകം. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് ഫലം ഇതേ ദിവസമല്ലായിരുന്നുവെങ്കിൽ ഇന്ന് രാജ്യത്തെ എല്ലാ മാധ്യമങ്ങളിലും ഒരൊറ്റ മുഖമേ കാണൂ. അത് സാക്ഷാൽ ദളപതിയുടെ ആയിരുന്നേനെ. വിജയ് പോകുന്ന സ്ഥലത്തുണ്ടാകുന്ന ആൾക്കൂട്ടം വോട്ടായി മാറില്ല എന്നായിരുന്നു കമൽഹാസന്റെ പ്രതികരണം. രാഷ്ട്രീയത്തിൽ വന്ന ഉടനെ മുഖ്യമന്ത്രിയാവുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യം എന്ന രീതിയിലായിരുന്നു പ്രകാശ് രാജ് പ്രതികരിച്ചത്. അത്തരത്തിൽ വിജയുടെ ആത്മവിശ്വാസം ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഒരുപാട് നിലപാടുകൾ പല വഴിയിൽ നിന്നും ഉയർന്നു. പക്ഷേ അതിനെയെല്ലാം കാറ്റിൽ പറത്തി 108 സീറ്റ് നേടുന്ന പാർട്ടിയായി TVK വരവറിയിച്ചു. വിജയ് എന്ന വ്യക്തിക്കും നടനും തമിഴ്നാട്ടിൽ എത്രത്തോളം സ്വാധീനമുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇതിൽ പരം ഒരു തെളിവിൻ്റെ ആവശ്യമില്ല. 1977 നടന്ന 6ാം തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MG രാമചന്ദ്രൻ എന്ന MGR ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന പാർട്ടിയിലൂടെ ഭരണം പിടിച്ചെടുത്തത് ഓർമ്മിപ്പിക്കുന്ന തരത്തിലായിരുന്നു വിജയുടെ ഈ വിജയം. തമിഴ് ജനതയും തമിഴ് സിനിമയും തമ്മിൽ അത്രമേൽ ബന്ധമുണ്ടെന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുന്നു. വെറും ആഗ്രഹത്തിൻ്റെ പേരിൽ നടത്തിയ ഒരു മത്സരമല്ല വിജയുടേത്. വിജയ്ക്ക് വ്യക്തമായ പ്ലാനുകൾ തൻ്റെ സിനിമാ ജീവിത സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. തൻ്റെ സിനിമകളിൽ രാഷ്ട്രീയം പറയാനും അഭിനയ ജീവിത സമയത്തു തന്നെ ജനങ്ങളുടെ വിവിധ വിഷയങ്ങളിൽ ഇടപെടാനും വിജയ് ശ്രമിച്ചിരുന്നു. വിജയുടെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട മാസ്റ്റർ പ്ലാനിനെ പറ്റിയുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടു നോക്കുക. വിജയുടേതൊരു പുതിയ പാർട്ടിയാണ്, ആദ്യത്തെ ഭരണവുമാണ്. എത്രത്തോളം ജനങ്ങൾക്ക് വേണ്ടി നല്ല ഭരണം കാഴ്ചവെക്കാൻ വിജയ്ക്കും പാർട്ടിക്കും സാധിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം.